ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം ഒരുപാട് സന്തോഷവും വിക്ടറിയും ഒക്കെ ഉള്ളൊരു സമയമാണ്. നിങ്ങൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടോ അതിനൊരു നന്മ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് വിക്ടറിയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരുപാട് അനുഭവങ്ങൾ ദൈവം തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ കുറേ ആൾക്കാർക്ക് ഇതിൽ ഒരു ട്രാവലിൻ്റെ എനർജി കാണുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പാസ്റ്റിൽ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ചവിട്ടി താത്തിരുന്നവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കുവാനുള്ള ഒരു അവസരം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾ ജീവിതത്തിൽ എത്രമാത്രം വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനുള്ള ഫലം ഈ ഒരു സമയം ദൈവം നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. പുതിയ തുടക്കമാണ്. നിശ്ചയദാർഢ്യത്തോടു കൂടി എന്തോ കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് വരും വരായികകൾ ഒന്നും തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലായിരിക്കും. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങി വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടി ആലോചിച്ച് അതിൻ്റെ വരും വരായികകളൊക്കെ നോക്കി നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്. കാരണം മറ്റാരുടെയെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ട് പൈസ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓൺലൈനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് ഒരിക്കൽ കൂടി നിങ്ങൾ ആലോചിച്ചിട്ട് വേണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ പുതിയ തുടക്കം കുറിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. കുറച്ച് ആൾക്കാർക്ക് ഒരു നഷ്ടത്തിൻ്റെ എനർജി ഉണ്ട്. അതായത് ഒന്നെങ്കിൽ ഒരു പാസ്റ്റ് എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സമയം പൈസയുമായി ബന്ധപ്പെട്ട് കുറേ ആൾക്കാർക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ പൈസയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഒക്കെ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. വളരെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ് നിങ്ങളെന്നാണ്. നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ടാവാം. എനിക്കിങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ടാവാം. അതുപോലെ നേരത്തെ നടക്കാത്ത എന്തൊക്കെയോ സ്വപ്നങ്ങൾ നിങ്ങൾ ഈ ഒരു സമയം റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ പുതിയ പല കാര്യങ്ങളും പഠിക്കാൻ പോകുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ട്രാൻസ്ഫർമേഷനാണ്. ശരിക്കും പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾ പോലും വിചാരിക്കാത്ത ഒരു മാറ്റം
നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ഇതുവരെയും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത എന്തോ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കൂടിയാണ് അത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മാറൂല എന്ന് വിചാരിച്ച കാര്യം അതിനൊരു മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ചേഞ്ച് വളരെ പോസിറ്റീവ് ആയിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ പാസ്റ്റിൽ ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെയും നിങ്ങൾ വിട്ടുകളയുന്ന ഒരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ഇത് മാത്രമേ ശരിയാവുകയുള്ളൂ എന്നൊക്കെ നിങ്ങൾ ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്ന ആ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും ഇത് ഇങ്ങനെയല്ല, അങ്ങനെ ചെയ്താലും ശരിയാവും എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വേറൊരു തരത്തിൽ കൂടി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില വിശ്വാസങ്ങളിൽ നിന്നും നിങ്ങൾ മാറി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓൾഡ് പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. പാസ്റ്റിൽ ചെയ്ത എന്തോ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും ഒക്കെ തുടർന്നു പോകുന്ന ഒരു കാര്യമായിരിക്കാം. അത് ആ ഒരു പാറ്റേൺ ഈ സമയം നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇതൊരു ചോയ്സാണ്. കുറേയധികം ചോയ്സ് ഉണ്ട്. ഏത് സെലക്ട് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലിരിക്കുന്ന ചില ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുന്ന ചില ആളുകളെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ നിങ്ങൾ ഇരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജി തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജി തന്നെയാണ്. കൂടുതലും ഇതൊരു ഫാമിലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ ഒക്കെ ഒരു ഗെറ്റ് ടുഗദർ നിങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അത് പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. ഈ സമയം വളരെ ഹാപ്പി മൂഡിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും എന്നും കാണുന്നുണ്ട്. ഫ്രണ്ട്സുമൊത്ത് ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ എംപററിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തടഞ്ഞു വെച്ചിട്ടുള്ള ഒരു പ്രമോഷൻ, ചിലപ്പോൾ മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ട് നിങ്ങളുടെ പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ തടഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു പ്രമോഷൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ ഒരു പവറിലിരിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. പക്ഷേ ആ പവറിലിരിക്കുന്ന സമയത്തും ഒരിക്കലും ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളിൽ ഉണ്ടാവരുത്. ഞാനാണ് എല്ലാം എന്നുള്ളൊരു കാര്യം ഉണ്ടാകാതിരിക്കുക. നമ്മൾ ഒരു ടൂള് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ എല്ലാം സറണ്ടർ ചെയ്തുകൊണ്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു നന്മ വരുന്ന സമയത്ത് ഇതെൻ്റെ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ് എനിക്കിത് കിട്ടിയത് എന്നുള്ളതല്ല, ദൈവം എനിക്കത് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുക. നമ്മൾ അത്രയും ഗ്രൗണ്ടഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യത്തിലും ഈഗോ ഉണ്ടാകരുത് എന്നുള്ളതാണ്. നമ്മൾ വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ബ്ലെസ്സിങ്സ് ദൈവം തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇവിടെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്ഥാനം തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഒരു ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എന്തായിരുന്നോ ആ ഒരു സ്ഥാനം എന്തൊക്കെയോ കാരണത്താൽ, ചിലപ്പോൾ മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ബുദ്ധിമോശം കൊണ്ടാകാം, അതിൻ്റെ ഭാഗമായി ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് അത് തിരിച്ചു പിടിക്കുന്ന ഒരു എനർജിയാണ്. ചില ആൾക്കാർക്കൊരു പ്രമോഷൻ തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പബ്ലിക് റെക്കഗ്നേഷൻ ഉണ്ട്. മറ്റുള്ളവർ നിങ്ങളെ തള്ളിപ്പറഞ്ഞ സ്ഥലത്ത് നിന്നും തള്ളിപ്പറഞ്ഞവർ തന്നെ വീണ്ടും നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്.
പിന്നെ ഇവിടെ 3 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി ഉണ്ട്. ചില ആൾക്കാർക്ക് നിങ്ങൾ കുറച്ചുകൂടി ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്യുന്ന ഒരു എനർജി ഇതിലുണ്ട്. ചില ആൾക്കാർ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയറൊക്കെ നടക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ 4 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം വഴിമാറി ഓൾറെഡി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ബ്ലെസ്സിങ്സിനെ റിസീവ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 4 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങൾക്ക് ഓൾറെഡി ശരിക്കും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾ വിളിക്കുന്ന ദൈവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തികൾ നിങ്ങളെ ഒരു കാലത്തും കൈവിടില്ല എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നീതിയാണ്. നിങ്ങൾ അനുഭവിച്ച ആ ഒരു കർമ്മത്തിൻ്റെ ആ ഒരു കർമ്മഫലം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിനെല്ലാം ഈ ഒരു സമയം നിങ്ങൾ അർഹിക്കുന്ന നീതി ലഭിക്കുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ ഇതുവരെയും ജസ്റ്റിസ് കിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം നീതി കിട്ടാത്തത് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ 6 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അതായത് നിങ്ങളുടെ വെല്ലുവിളികൾ നിറഞ്ഞ ആ ഒരു സമയത്തിനിവിടെ അവസാനമായിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മെച്ചപ്പെടുന്ന ഒരു സമയമാണിത്. നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗത്താൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെല്ലാം ഇവിടെ ഒരു അവസാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം എന്തെങ്കിലും തരത്തിൽ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അത് മാറിക്കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർക്ക് ഇവിടെ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് സ്ഥലം മാറ്റം കിട്ടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറി പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് മോശമായ പല കാര്യങ്ങളും അവിടെ നിന്നും നേരിടേണ്ടി വരുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. പിന്നെ 10 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങളെ വിഷമിപ്പിച്ച ഏതോ ഒരു കാര്യത്തിൻ്റെ എൻഡിങ് ആണ് ഈ സമയം. ഇത് ചിലപ്പോൾ ഒരു കോടതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമാവാം. കാരണം ഇവിടെ ജസ്റ്റിസും വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു ഡിവോഴ്സ് പോലുള്ള കേസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം അത് എൻഡ് ആവുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ ഫ്രീ ആകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പെയിൻഫുൾ എൻഡിങ് ആണ്. കുറേ കാലം കൊണ്ട് സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു കാര്യത്തിനുള്ള എൻഡിങ് ആണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ചില ആൾക്കാർക്കൊരു അഡിക്ഷനിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരു പക്ഷേ റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ ഡ്രിങ്കിങ്ങോ സ്മോക്കിങ്ങോ ഒക്കെ പോലുള്ള എന്തെങ്കിലും ഒരു അഡിക്ഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ എൻഡാക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഒരു തീരുമാനം എടുക്കുന്നുണ്ടായിരിക്കാം.
അപ്പോൾ നിങ്ങൾക്കൊരു ശാന്തമായ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഇവിടെ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.